ഹലോ ഡിയേഴ്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് റാഗി വെച്ചിട്ട് ഒരു ഇഡ്ഡലിയാണ്. അതിന് 3/4 കപ്പ് റാഗി എടുത്തിട്ടുണ്ട്. 3/4 കപ്പ് റാഗിയും അരക്കപ്പ് ഇഡ്ഡലി റൈസാണ്. ഇഡ്ഡലി റൈസോ ഏതെങ്കിലും റൈസ് എടുത്താൽ മതി, പച്ചരി ആവണമെന്നേ ഉള്ളൂ. അരക്കപ്പ് ഇഡ്ഡലി റൈസും 1/4 കപ്പ് ഉഴുന്നും 1/4 കപ്പ് അവലും 1 ടീസ്പൂണ് ഉലുവയും വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ റാഗിയും അരിയും ഒന്നിച്ച് കുതിർത്തി വെക്കണം. ഉലുവയും ഉഴുന്നും ഞാൻ വേറെയാണ് കുതിർത്തി വെക്കുന്നത്. പിന്നെ അവൽ പിന്നെ നമ്മൾ അരക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ എല്ലാം വെള്ളത്തിൽ കുതിർത്തി വെച്ചാൽ മതി. ഒരു 6-7 മണിക്കൂർ 6 മണിക്കൂറെങ്കിലും ഇത് കുതിരണം, എന്നാലേ നല്ല ശരിക്ക് അരച്ചെടുക്കാൻ പറ്റുള്ളൂ. എന്നാൽ നമുക്കിത് കുതിർത്തി വെക്കാം. ഇതാ റാഗിയും അരിയും കൂടെ ഒന്നിച്ച് നന്നായി കഴുകിയിട്ട് ഞാൻ കുതിർത്തി വെച്ചേ. അതുപോലെ തന്നെ ഉലുവയും ഉഴുന്നും കൂടെ നന്നായി കഴുകി കുതിർത്തി വെച്ചു. ഇനി ഒരു 6 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് അരച്ചെടുക്കാം. അതിന് തൊട്ട് മുമ്പായിട്ട് ഒരു അരമണിക്കൂർ മുമ്പ് അവൽ വെള്ളത്തിലിട്ട് അതും കൂടെ ഇതിൻ്റെ ഒന്നിച്ച് നമുക്ക് അരക്കാം. ഇതാ നമ്മളെ റാഗിയും അരിയും പിന്നെ അവലും ഉഴുന്നും എല്ലാം ശരിക്കും 6-7 മണിക്കൂറോളം കുതിർന്നത്. ഇത് ആദ്യം ഞാൻ ഉഴുന്നും ഉലുവയുമാണ് അരക്കുന്നത്. അത് അരഞ്ഞതിന് ശേഷമാണ് ഞാൻ റാഗിയും അരിയും അവലും കൂടെ അരക്കുക. നമുക്കിത് അരച്ചെടുക്കാം. ഉഴുന്നും ഉലുവയും നന്നായി അരഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് റാഗിയും അരിയും അരക്കാം. എന്നിട്ട് നമുക്ക് അതും എല്ലാം കൂടെ ഒന്നിച്ച് അവലും എല്ലാം കൂടെ ഒന്നിച്ച് അരച്ചെടുക്കാം. എല്ലാം നന്നായി അരച്ചെടുത്തേ. ഇഡ്ഡലീൻ്റെയാണ് ഓർമ്മ വേണം, തിക്കായിട്ട് അരച്ചെടുക്കണേ. തിക്ക് ബാറ്ററാണ്, അതാ കൺസിസ്റ്റൻസിയിലാണ്. നമുക്കിത് നാളെ ചുട്ടെടുക്കാം. ഇനി നമുക്ക് ഇഡ്ഡലി ആക്കിയെടുക്കാം. ഇഡ്ഡലി ഇതാ കുറച്ച് നല്ല ഫെർമെൻ്റ് ആയിട്ടുണ്ട്. ഉപ്പ് ഞാൻ ഇട്ടു. രാവിലെ ചുടുന്ന സമയത്താണ് ഞാൻ ഇഡ്ഡലി ഉപ്പിടുന്നത്. നമുക്ക് ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് ഞാൻ ഗ്ലാസ്സിൽ ഒഴിച്ചിട്ടാണ് ഇഡ്ഡലി ഉണ്ടാക്കുന്നത്. അങ്ങനെയാണ് ഇപ്പം ചെയ്യൽ. ഗ്ലാസ്സിലേക്ക് വയ്ക്കാം. ഇതിൽ ഞാൻ എണ്ണ തടവിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലി ഇട്ടെടുക്കാം. ഇഡ്ഡലി റെഡിയായ. ഇത് കാണുമ്പം തന്നെ അറിയില്ല, വേഗം എടുക്കാൻ കിട്ടുന്ന ആ ഇഡ്ഡലി കണ്ടാൽ നമുക്കറിയില്ല നല്ല ഇഡ്ഡലിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, നല്ല ഹെൽത്തി അല്ലേ. ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട് ഞാനൊരു ചട്നി ഉണ്ടാക്കുന്നുണ്ട്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ: ഒരു 1.5 ടേബിൾ സ്പൂണ് തേങ്ങ, ഒരു കഷ്ണം ക്യാരറ്റ്, ഒരു 5-6 ചെറിയ ഉള്ളി, അത് ചെറിയ പീസാക്കിയിട്ടിട്ടതാണ്, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 3-4 വെളുത്തുള്ളി, അതും ചെറുതാക്കി അരിഞ്ഞതാണ്, ഒരു 4 ഉണക്കമുളക്, അതിലൊന്ന് കാശ്മീരി ചില്ലിയാണ്. പിന്നെ വേണ്ടുന്നത് ഒരു ടൊമാറ്റോ ആണ്. പിന്നെ കുറച്ച് മല്ലിയിലയും ലേശം പുതിനയും കുറച്ച് കറിവേപ്പിലയും. പിന്നെ ഇതാണ് ഇത് ഞാൻ പൊട്ടുകടല എടുത്തിട്ടുണ്ട്. 2 ടീസ്പൂണ് പൊട്ടുകടലയും 1 ടീസ്പൂണ് മറ്റേ നിലക്കടലയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ വറുത്ത് വെച്ചതാണ്. ഇതെല്ലാം ഒന്ന് ഞാൻ വഴറ്റിയിട്ടാണ് എടുക്കുന്നത്. നമുക്ക് വഴറ്റിയെടുക്കാം. ഒരു 1.5 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ഇനി നമുക്ക് സവാള ഇട്ടെടുക്കാം. സവാളയല്ല, ചെറിയ ഉള്ളിയാണ്. ഇതിലേക്ക് മുളക് ഇടുന്നുണ്ട്. മുളക് ഞാൻ അരക്കാനുള്ള എളുപ്പത്തിന് കഷ്ണാക്കിയിട്ടിരുന്നു. തക്കാളി ഇടാം. ഇതിലേക്ക് ക്യാരറ്റും തേങ്ങയും ഇടുന്നുണ്ട്. ഇതൊന്ന് ശരിക്കും വഴന്ന് വരണ്ട, വെറുതെ ഒന്ന് ഇതിലേക്ക് മിക്സ് ആയാൽ മതി. ഇതിലേക്ക് പൊട്ടുകടലയും നിലക്കടലയും അത് ഞാൻ വറുത്ത് വെച്ചതാണ്, അതുകൊണ്ടത് വറുക്കണമെന്നില്ല. എല്ലാം കൂടി ഒന്ന് മിക്സ് ആകാനാണ്. പിന്നെ ഇലകളെല്ലാം ഇടുന്നുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കുക. ആദ്യം അധികം വെള്ളം ഒഴിക്കാണ്ട് അരക്കുന്നതാണ് നല്ലത്. പിന്നെ ഇതിന് കളറ് വേണമെങ്കിൽ കുറച്ച് കാശ്മീരി പൊടി ഇട്ടോ കേട്ടോ, വേണ്ടുന്നവർക്ക്. ചായപ്പൊടി പാകത്തിന് ഉപ്പും എല്ലാം ഇട്ടിട്ടാണ് അരച്ചത് കേട്ടോ. ഇതിൽ നമുക്ക് കടുക്, കറിവേപ്പില, ഉഴുന്ന് പരിപ്പ് എല്ലാം ഇട്ടിട്ടാണ് വറുത്തിടുന്നത്. ഞാൻ വീഡിയോ ലെങ്ത് ആകുന്നതുകൊണ്ടാണ് അങ്ങനെ നീട്ടി പറയുകയും കാണിക്കുകയും ചെയ്യാത്തത്. ഞാൻ 1 ടീസ്പൂണ് കടുക്, അത് പൊട്ടിച്ചിട്ട് ഉഴുന്ന് പരിപ്പ്
പിന്നെ ഉണക്കമുളകും കറിവേപ്പിലയും. ചട്നി റെഡിയായി, ഇഡ്ഡലി റെഡിയായി. അങ്ങനെ നമ്മുടെ റാഗീനെ കൊണ്ടുള്ള ഇഡ്ഡലിയും നല്ലൊരു അടിപൊളി ഹെൽത്തി ചമ്മന്തിയും റെഡിയായി. ചട്നി ഇത് നല്ല സോഫ്റ്റാണ്, എടുക്കാനും ബുദ്ധിമുട്ടില്ല. അല്ലേ, അത് സോഫ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഹെൽത്തി അല്ലേ, എല്ലാവർക്കും നല്ലതല്ലേ. ചെറിയ കുട്ടികൾക്കും പ്രായമുള്ളവർക്കും എല്ലാവർക്കും ഒരുപോലെ നല്ലതല്ലേ റാഗിയെല്ലാം. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒരു ലൈക്ക് തരണം. എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യണേ. ഓക്കേ, താങ്ക് യു.